അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആയത്തുൽ കുർസി നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. ആ ആയത്തുൽ കുർസിയിലേക്ക് ധാരാളം പ്രതിഫലങ്ങൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലെ ചില പ്രത്യേകതകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകതകൾ അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മാർത്ഥത ലഭിക്കും. അതിൻ്റെ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ഓതാൻ കഴിയുകയും ചെയ്യും. വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക, കേൾക്കുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്നൊക്കെ കമൻ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനിക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പഠിപ്പിച്ചു കൊടുത്ത ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി ഓതിയാൽ എല്ലാ പിശാചിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനിക്ക് ശൈത്വാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ ചരിത്രം നമുക്കൊക്കെ അറിയാം. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ പറഞ്ഞവൻ കള്ളനാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ശൈത്വാനിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആയത്തുൽ കുർസി നാം പതിവാക്കിയാൽ മതി. ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതാണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി നാം രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ഉറങ്ങാൻ നേരവും നാം പതിവാക്കിയാൽ, അതുപോലെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷവും നാം പതിവാക്കിയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ കടക്കാനുള്ള മുന്നിലുള്ള തടസ്സം മരണം മാത്രമാണ്. അപ്പോൾ ആ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇത്രയും വലിയ മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. അപ്പോൾ ആയത്തുൽ കുർസിയെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ടും നാം ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ നിർബന്ധമായും അവർ പതിവാക്കേണ്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അവരുടെ പ്രസവ സമയം എളുപ്പമാവാനും ഗർഭകാലത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതിരിക്കാൻ ഇത് അവർക്ക് ഉപകരിക്കുന്നതാണ്. നമ്മുടെ വരുമാനത്തിൽ വർധനവ് ലഭിക്കാൻ ആയത്തുൽ കുർസി പതിവാക്കിയാൽ നന്നായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. കൂടുതൽ കടമുള്ളവർ അവരുടെ കടം വീടണമെന്ന ഉദ്ദേശത്തോടുകൂടി ആയത്തുൽ കുർസി പതിവാക്കിയാൽ അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല അവനിക്ക് കാണിച്ചു കൊടുക്കും. വീടിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ കടയുടെ മുമ്പിലൊക്കെ ആയത്തുൽ കുർസി എഴുതി വെച്ചാൽ ദാരിദ്ര്യമുണ്ടാവുകയില്ല എന്നും അവിടെ ബറക്കത്തുണ്ടായിരിക്കുമെന്നും, അതുപോലെ തന്നെ ആയത്തുൽ കുർസി എഴുതി വെച്ച വീട്ടിലും കടയിലുമൊന്നും കള്ളൻ കയറുകയില്ല എന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് വിപണിയിൽ ആയത്തുൽ കുർസി എഴുതി വെച്ച ഫലകങ്ങളൊക്കെ വാങ്ങാൻ ലഭിക്കും. അതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീടിന് മുന്നിലൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ആയത്തുൽ കുർസിയെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പതിവാക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹം.